ഞാൻ ഡോക്ടർ അശ്വിനുമായിട്ട് സംസാരിച്ചിരുന്നു ഇന്നലെ. ആം, അച്ഛനെ നഷ്ടപ്പെടുന്ന വേദന വളരെ ആഴമുള്ള വേദനയാണ്. ആം, അത് ഡോക്ടറും ഡോക്ടറുടെ വൈഫും ഒക്കെ എയിംസിലാണ് ഡോക്ടർ അശ്വിൻ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് വളരെ വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം സംസ്ഥാനത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ, രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് അംഗീകൃത യോഗ്യതയുള്ളവർക്ക്, രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ, രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് മാത്രമേ സംസ്ഥാനത്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. 2021 മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട് പ്രകാരം അംഗീകൃത യോഗ്യതയുള്ളവർക്ക് രജിസ്റ്റർ ചെയ്ത് മാത്രം പ്രാക്ടീസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൂടാതെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്, സംസ്ഥാന നിയമസഭ കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പാസ്സാക്കിയ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ പരാമർശിച്ചിട്ടുമുണ്ട്. അതായത് നിശ്ചിത യോഗ്യതകൾ വേണം, രജിസ്റ്റേർഡ് ആയിരിക്കണം. ഇനി അവിടെ നിയോഗിക്കപ്പെടുന്ന ഏത് ആരോഗ്യ സ്ഥാപനത്തിൽ, ഏത് ആശുപത്രിയിലും നിയോഗിക്കപ്പെടുന്ന വ്യക്തികൾ, ഡോക്ടേഴ്സ്, അവർ നിശ്ചിത യോഗ്യതകൾ ഉള്ളവരായിരിക്കണം. ഇപ്പൊ സർക്കാരിൽ ഈ യോഗ്യതാ പരിശോധന നടത്തുന്നത് വാസ്തവത്തിൽ PSC ആണ്. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തി ഈ നിശ്ചിത യോഗ്യതകൾ ഉണ്ടോ, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് PSC ആണ്. നിയമം അനുസരിച്ച് ഏത് സ്ഥാപനമാണോ, ഏത് മാനേജ്മെന്റ് ആണോ ഈ ഡോക്ടറെ അവിടെ നിയമിച്ചിരിക്കുന്നത്, ആ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ് സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്ത് അത് യഥാർത്ഥ സർട്ടിഫിക്കറ്റ് തന്നെ, കോപ്പി കൊടുത്താൽ പോലെ യഥാർത്ഥ സർട്ടിഫിക്കറ്റ് തന്നെ കണ്ട് യോഗ്യതയുള്ള ആളാണ്, രജിസ്റ്റേർഡ് ആളാണ് എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് അതായത് മാനേജ്മെന്റിന്റെ, ആ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നിലവിലുള്ള നിയമം അനുസരിച്ച് ഇപ്പോൾ വ്യാജ ചികിത്സ നൽകി ഒരു വ്യക്തി മരണപ്പെട്ടാൽ, അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ 5 വർഷത്തിലധികം നീളുന്ന തടവും അതോടൊപ്പം തന്നെ പിഴയും ശിക്ഷയായിട്ട് നിയമത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇവിടെ നാം കാണേണ്ടതായിട്ട് ഉള്ളത്, ഇതില് ഈ തരത്തിലുള്ള ഒരു വെരിഫിക്കേഷൻ എല്ലായിടത്തും നടക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്, കഴിഞ്ഞ ദിവസം ഞാൻ IMA തന്നെ മുൻകൈ എടുത്ത് സർക്കാരുമായിട്ട് ചർച്ചയ്ക്ക് വന്നിരുന്നു. നമ്മൾ വർഷങ്ങൾക്ക് മുൻപ് പാസ്സാക്കിയ ഒരു നിയമം പൂർണ്ണമായിട്ട് നമുക്കിവിടെ അത് നടപ്പിലാക്കാനായിട്ട് കഴിയാത്ത തരത്തിലുള്ള ചില സാങ്കേതികമായിട്ട് നിയമപരമായിട്ടുള്ള ഹൈക്കോടതിയിലെ കേസ് നിലനിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്. അത് തന്നെ 5 വർഷത്തിലധികമായി. അപ്പൊ അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് സർക്കാർ കാണുന്നത്. IMA അതിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പൂർണ്ണമായിട്ട് നമുക്ക് സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇതോടൊപ്പം ഒരു വിഷയം കൂടിയുണ്ട്. അത് 2019 ഒരു സംഭവം കൊല്ലത്ത് നടന്നു. അതായത് ഒരു ഗൈനക്കോളജിയുടെ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ച് ഒരു ഡോക്ടർ ഒരു യുവതിയെ, ഡെലിവറി സമയത്ത് ആ ഡോക്ടറാണ് ഉണ്ടായിരുന്നത്, ഡെലിവറി എടുത്തത്. അപ്പോ ആ യുവതി മരിച്ചുപോയി. പക്ഷെ ഇത് ആ ഒരു കേസ്, ആ ഒരു ഫയല് കഴിഞ്ഞ വർഷം മുന്നിൽ വന്നപ്പോഴാണ് നമുക്ക്, ഞാൻ പറഞ്ഞ PSC ആണ് സർക്കാർ സംവിധാനങ്ങളിൽ പരിശോധിക്കുന്നത്, അതുപോലെ സ്വകാര്യ മാനേജ്മെന്റുകളിൽ അവർ പരിശോധിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ മെഡിക്കൽ കൗൺസിലിനോട് തിരക്കാം. യഥാർത്ഥ സർട്ടിഫിക്കറ്റ് തന്നെ ആണെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അറിയാൻ നിലവിൽ മാർഗ്ഗമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതായത് ഇത് രജിസ്റ്റർ ചെയ്ത വ്യക്തിയാണോ, ഒരു നമ്പർ വെച്ചാൽ പോലും അത് യഥാർത്ഥ നമ്പറാണോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ഒരു ലേമനെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. അപ്പൊ അതുകൊണ്ട് മെഡിക്കൽ കൗൺസിലിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത് നമുക്ക് പൊതുസമൂഹത്തിന് ഇത് കാണാൻ കഴിയുന്ന നിലയിൽ ഇത് ഒരു വെബ്സൈറ്റിൽ ഇത് പ്രസിദ്ധീകരിക്കണം. അപ്പൊ അതിന് പല പ്രായോഗികമായിട്ടുള്ള തടസ്സങ്ങളും ചർച്ചയിൽ വന്നു. ഇത് പലരും മിസ്യൂസ് ചെയ്താലോ, ഈ നമ്പർ മിസ്യൂസ് ചെയ്യുക, ഫോട്ടോ, അങ്ങനെ ഒരു വിഷയവും വന്നിരുന്നത്. അതായത് ഹസ്ബൻഡിന്റെ ബിരുദം, രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ആ സ്ഥാനത്ത് ഫോട്ടോ വെച്ചുകൊണ്ട് പേര് മാറ്റി, അങ്ങനെ ഒരു വിഷയം കൂടി വന്നിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് 1 ലക്ഷത്തിലധികം ഡോക്ടേഴ്സാണ് ഉള്ളത്. ആ ഡോക്ടേഴ്സ്, രജിസ്റ്റേർഡ് ആയിട്ടുള്ളവരുടെ വിവരങ്ങൾ പൊതുസമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ അത് ആക്സസ് ചെയ്യുന്ന രീതിയിൽ, അപ്പോൾ അത് എല്ലാവർക്കും കാണുന്ന നിലയിലല്ല. ഇപ്പോൾ ഒരു സജഷൻ, പല രീതിയിൽ പല നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. QR കോഡ് അത് സ്കാൻ ചെയ്താൽ ആവശ്യമുള്ളവർക്ക് അത് കാണാനായിട്ട് സാധിക്കും. അത് എല്ലാ വിവരങ്ങളും പ്രസിദ്ധപ്പെടുത്താൻ കഴിയില്ല. അത് നമുക്ക് പ്രസിദ്ധപ്പെടുത്താൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സംബന്ധിച്ച് അത് പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമാണ്, കുറ്റകരമാണ്, ക്രിമിനൽ കുറ്റമാണ്. പോലീസ് അതിനനുസരിച്ചിട്ട്, ഞാൻ ഈ പറഞ്ഞ നിയമങ്ങൾ അനുസരിച്ച് ഉള്ള എല്ലാവിധമായിട്ടുള്ള നടപടികളും സ്വീകരിക്കും. അശ്വിൻ എന്നോട് ഇന്നലെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതിന് മനസ്സിനെ വല്ലാതെ സ്പർശിച്ച ഒരു കാര്യമാണ്. കാരണം അശ്വിനും വൈഫും ദൂരെയാണ്, അശ്വിന്റെ അമ്മയും ബ്രദറും ഇവിടെ ഉണ്ട്. അപ്പം എൻ്റെ അമ്മ സുരക്ഷിതയായിരിക്കണം എന്നുള്ളതാണ്.
എൻ്റെ അമ്മയ്ക്കിനി ഇങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളതാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ആകുലതയാണല്ലോ അല്ലെ, ഇവിടെ ഉള്ള ഓരോരുത്തരുടെയും. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നിലവിലുള്ള സംവിധാനങ്ങളിൽ നിന്ന് അത് കർശനമായി നടപ്പിലാക്കുന്നതിന് ഒരു കാര്യം കൂടി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ നിയമങ്ങളിൽ ഇന്നതൊക്കെയാണ്. ഇപ്പോൾ ഒരു DMOയ്ക്ക് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം മാത്രമേ പരിശോധന നടത്താൻ കഴിയുള്ളൂ. പക്ഷെ ആ ആക്ട് പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ ഹൈക്കോടതിയിലെ കേസ് മൂലം നമുക്ക് കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോ അതല്ലാതെയുള്ള പരിശോധന ആശുപത്രി തുടങ്ങണമെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ ഒരു അനുമതി ആവശ്യമില്ല. പഞ്ചായത്തിന്റെ ഒരു ലൈസൻസും സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഒരു അനുമതിയും അതോട് അങ്ങനെയുള്ള 2-3 അനുമതികൾ മാത്രം മതിയാവും ഈ ഒരു ആശുപത്രി തുടങ്ങുന്നതിന്. മറ്റ് അനുമതികൾ ആവശ്യമില്ല, ആരോഗ്യവകുപ്പിന്റെ ഒരു അനുവാദം ആവശ്യമില്ല. അപ്പൊ നമുക്കിതൊരു ചെക്ക് ചെയ്യാനുള്ളൊരു സംവിധാനം വാസ്തവത്തിൽ ഇല്ല. ചെക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു പരാതി ഉണ്ടാകുമ്പോൾ. ഇപ്പൊ മെഡിക്കൽ കൗൺസിൽ അനേകം പരാതികൾ വരുമ്പോൾ പരിശോധിക്കുന്നുണ്ട്. എന്നിട്ട് മാനേജ്മെന്റുകൾ തന്നെ ചില സർട്ടിഫിക്കറ്റുകളൊക്കെ കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് മെഡിക്കൽ കൗൺസിൽ അംഗങ്ങളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ പൊതുസമൂഹത്തിന് ഒരു ഡോക്ടർ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആണോ എന്നറിയുന്നതിന് ഒരു സംവിധാനം ഉണ്ടാവുക എന്നുള്ളതിനൊപ്പം തന്നെ നിലവിലുള്ള നിയമങ്ങൾ വെച്ച് കൂടുതൽ കർശനമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഇനി ചട്ടങ്ങൾ പുതുതായിട്ട് നമ്മൾ രൂപീകരിക്കേണ്ടതുണ്ടോ, നിയമത്തിൽ അമെൻമെന്റ്സ് വരുത്തേണ്ടതായിട്ടുണ്ടോ. ഇപ്പൊ 2021 ഈ സർക്കാരിന്റെ ആദ്യ വർഷമാണ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട് കേരള നിയമസഭ പാസ്സാക്കിയത്. അപ്പൊ ഇനി ആ നിയമത്തിൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലൊക്കെ കൂടുതൽ ഭേദഗതികൾ ആവശ്യമുണ്ടോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ നിയമോപദേശം തേടാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ സംഘടനകളെ, അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷനുകളെയും IMA അതിലൊരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നമുക്ക് നടപ്പിലാക്കണമെന്നുള്ളതിൽ ഒരു നല്ല നിലപാടെടുത്തുകൊണ്ടാണ് ഞാൻ അടുത്തിടെ ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ IMAയും അതോടൊപ്പം നമ്മുടെ വിവിധ സംഘടനകളെയും ഡോക്ടേഴ്സിന്റെയൊക്കെ സംഘടനകളെയും ഒക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ കഴിയും, അതിൽ നിയമ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ നിയമവകുപ്പിൽ നിന്നും ഉള്ളവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതലായിട്ട് കർശനമായ നിലവിലുള്ളതിനേക്കാൾ കുറച്ചുകൂടി സ്ട്രിക്റ്റായ നിയമം ഉണ്ടാക്കുന്നതിനും എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കും. വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയമാണ്. ആ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. അശ്വിന്റെ അച്ഛന്റെ വിയോഗത്തിൽ, ആ നഷ്ടത്തിൽ നിയമപരമായി സാധ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആരോഗ്യവകുപ്പിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് തീർച്ചയായിട്ടും പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മെഡിക്കൽ ബോർഡിന്റെ അന്വേഷണം. അതോടൊപ്പം തന്നെ DMOയോട് ഞാൻ അശ്വിൻ ഇന്നലെ രാവിലെ ഇൻസ്റ്റഗ്രാമിലോ എവിടെയോ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഈ വിഷയം എന്റെ ശ്രദ്ധയിൽ വന്ന് ഞാൻ റിപ്പോർട്ട് തേടിയിരുന്നു. അപ്പോൾ ഈ റിപ്പോർട്ടുകളെല്ലാം ആ കേസിനെ സഹായിക്കും. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെയുള്ള വെരിഫിക്കേഷൻ പ്രോസസ് അത് കൃത്യമായി നടന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കും. യഥാർത്ഥ സർട്ടിഫിക്കറ്റുകൾ അവിടെ ഹാജരാക്കിയിരുന്നോ? തീർച്ചയായിട്ടും യഥാർത്ഥ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം എന്നുള്ളതും അത് മാനേജ്മെന്റ് പരിശോധിക്കണം എന്നുള്ളതും വളരെ നിയമപരമായി അത് പാലിക്കപ്പെടേണ്ടതാണ്. അക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് പരിശോധിക്കും.